الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خيرا. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه منيب. اللهم الهمنا مراشد أمورنا وعذنا من شرور أنفسنا ومن سيئات أعمالنا. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ ഒരു സാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അള്ളാഹു നമ്മുടെ ഹക്കിൽ കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്തിനു വേണ്ടിയാണോ പറയുന്നത് കേൾക്കുന്നത്, ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ വെള്ളിയാഴ്ച ദിവസത്തെ ദുആ സ്വീകരിക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലേ. ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് പറയുന്ന സമയത്താണ് നമ്മളത് പറഞ്ഞത്. അപ്പം നമ്മൾ ദുആ സ്വീകരിക്കാൻ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും അധികം സാധ്യതയുള്ള ടൈം ഏതാ പറഞ്ഞത്? ഖുത്ബയിൽ കയറി ഇറങ്ങുന്ന വരെയുള്ള സമയം, പിന്നെ അസറിന് ശേഷം മഗ്‌രിബിന് വരെയുള്ള സമയം, പ്രത്യേകിച്ച് മഗ്‌രിബിനോട് അടുത്ത സമയം. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ഇങ്ങനെ വായിക്കുന്ന സമയത്ത് പ്രശസ്തനായ താബിഈ പണ്ഡിതൻ താഊസ് ഇബ്നു ഖൈസാൻ അൽ യമാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വായിക്കാനിടയായി. അത് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ താഊസ് റഹിമഹുല്ലാ ഇമാം ഇബ്നു അബ്ബാസ്, സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും ഖാസായ ശിഷ്യനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹം യമനിയാണ്. പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മക്കത്ത് വന്ന് താമസാക്കി. 40 ഹജ്ജ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇമാം ദഹബി സിയർ അലാമുൻ നുബലയിലൊക്കെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സമയത്തെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ജുമാക്ക് അസറിന് ശേഷമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അസർ നമസ്കാരം കഴിഞ്ഞാൽ ബാക്കി എല്ലാ പണികളും ഒഴിവാക്കി ഖിബ്ലക്ക് മുന്നിട്ട് ദിക്റിലായും ദുആയിലായും അദ്ദേഹം ഇരിക്കുമായിരുന്നു. ആ പതിവ് മരിക്കുവോളം അദ്ദേഹം തുടർന്നു. മരിക്കുവോളം അത് തെറ്റിച്ചില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ പറയുക, മാത അബി ഫി സാഅത്തിൻ കാന യുഹിബ്ബുഹ, അതിൻ്റെ ഒരു പ്രതിഫലം എന്നോണം എൻ്റെ ഉപ്പ മരണപ്പെട്ടത് അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന സമയത്താണെന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം മരണപ്പെട്ടത് ഒരു ജുമാ ദിവസം അസറിന് ശേഷമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സമയത്തിന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. അവർ ജീവിതം മുഴുവൻ ആ സമയത്ത് ശ്രദ്ധിച്ചു. അവസാനം അള്ളാഹു മരിപ്പിച്ചത് അതേ സമയത്ത് വെച്ചാണ്, അത്രയും ശ്രേഷ്ഠതയുള്ള സമയത്ത് വെച്ചായിരുന്നു. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള നല്ല മരണം നസീബാക്കുമാറാകട്ടെ. ഈ താഊസ് റഹിമഹുള്ളയുടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെയധികം ദുനിയാവിനോട് വിരക്തിയുള്ള, ദുനിയാവിനോട് തീരെ ആഗ്രഹമില്ലാത്ത, ആഖിറം മാത്രം ലക്ഷ്യമായി കണ്ട് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ അമീർ അദ്ദേഹത്തിന് 700 ദിർഹം കൊടുത്തയച്ചു. അപ്പോൾ ഈ ഷെയ്ഖ് സ്വീകരിക്കില്ല എന്ന് അമീറിന് ഉറപ്പാണ്. ആര്? താഊസ് റഹിമഹുള്ള. അതുകൊണ്ട് തന്നെ കൊടുത്തയക്കുന്ന ദൂതനോട് പറഞ്ഞു, അഥവാ ഷെയ്ഖ് ഇത് സ്വീകരിച്ചാൽ നിനക്ക് ഞാൻ വലിയ വലിയ സമ്മാനങ്ങൾ തരും, നിന്നെ ഞാൻ ബഹുമാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇയാൾ ഷെയ്ഖിന് കൊടുക്കാൻ ശ്രമിക്കുമല്ലോ. ഇയാൾ വലിയ സന്തോഷത്തോടുകൂടി മഹാനവറുകളുടെ അടുക്കലേക്ക് പോയി. മഹാനവറുകൾക്ക് ഇത് കൊടുത്തെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല, തട്ടിക്കളഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾക്ക് സമ്മാനത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട് ഇയാൾ കുറേ നിർബന്ധിച്ചു. പക്ഷെ മഹാനവറുകൾ അത് സ്വീകരിച്ചേയില്ല. 700 ദിർഹം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാശല്ല, ഒരു കെട്ടിലാക്കിയിട്ടാണ് കൊടുത്തത്. അവസാനം ഇദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മഹാനവറുകളുടെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സമയത്ത് ഈ ദൂതൻ അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു പൊത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞു, മച്ചിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. അവിടെ ഇട്ടിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അമീറിനോട് പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം സ്വീകരിച്ചു, എനിക്ക് സമ്മാനം തരണമെന്ന് പറഞ്ഞാൽ സമ്മാനം വാങ്ങിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞ് താഊസ് റഹിമഹുള്ള ദീനീപരമായ ഒരു വിഷയത്തിൽ എടുത്ത നിലപാട് ഈ അമീറിനെ ദേഷ്യം പിടിപ്പിച്ചു. അയാൾക്ക് താഊസ് റഹിമഹുള്ളയോട് ദേഷ്യമായി. അപ്പോൾ വേറൊരാളെ അയച്ചിട്ട് പറഞ്ഞു, അന്ന് ഞാൻ ആ മഹാന് കുറച്ച് പണം കൊടുത്തിരുന്നു, ഇയാളിപ്പോൾ എനിക്കെതിരെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പണം ഇങ്ങനെ തിരിച്ചു വാങ്ങിച്ചേക്കെന്ന് പറഞ്ഞ ഒരാളെ അയച്ചു. ആളെ അയച്ച് അയാൾ താഊസ് റഹിമഹുള്ളയോട് പോയിട്ട് പണം ചോദിച്ചപ്പോൾ താഊസ് റഹിമഹുള്ളക്ക് അങ്ങനത്തെ ഒരു പണത്തെക്കുറിച്ച് അറിയുന്നില്ല. എനിക്കറിയില്ല, ഞാനത് സ്വീകരിച്ചിട്ടുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആൾ തിരിച്ചു വന്നു. അപ്പം ഇവിടെ ചർച്ചയായി, എവിടെ പോയി ആ പണം? അങ്ങനെ ആദ്യത്തെ ആളെ വിളിപ്പിച്ചു, നീ പണം കൊടുത്തില്ലേ? ഞാൻ കൊടുത്തിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ട്. ഈ ദൂതൻ വീണ്ടും താഊസ് റഹിമഹുള്ളയുടെ അടുക്കിലേക്ക് പോയി. ഞാൻ അന്നൊരു പണവുമായിട്ട് വന്നില്ലായിരുന്നോ? വന്നായിരുന്നു, അത് ഞാൻ സ്വീകരിച്ചില്ലല്ലോ,
എന്ന് പറഞ്ഞപ്പോൾ ഈ ദൂതൻ അദ്ദേഹം ഇട്ട ആ സ്ഥലത്ത് ഇങ്ങനെ പരതി നോക്കിയിരുന്നു. ഇമാം ദഹബി റഹിമുള്ള പറയുന്നുണ്ട്, ഫമദ്ദ യദഹു, അദ്ദേഹം ഇങ്ങനെ ആ ഇട്ട സ്ഥലത്ത് ഇങ്ങനെ കൈയിട്ട് നോക്കിയപ്പോൾ ഫൈദ ബിസ്സുറ, ആ കെട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഖദ്ബനൽ അൻകബൂത്തു അലൈഹ, അതിൻ്റെ മുകളിൽ ചെലന്തി ഇങ്ങനെ വല വിരിച്ചിട്ട് അതേപോലെ ഉണ്ടായിരുന്നു എന്ന്. തൊട്ടില്ല അദ്ദേഹം റഹിമഹുല്ല. ഫദഹബ ബിഹ ഇലൈഹിം, ആ പണക്കെട്ടും കൊണ്ട് അവർ തിരിച്ചുപോയി. അപ്പോൾ 700 ദിർഹം ഇത്രയും അധികം കിട്ടിയിട്ടും അതിനൊന്ന് തൊട്ടു നോക്കാനോ അതല്ലെങ്കിൽ അതിലേക്ക് മനസ്സ് തിരിക്കാനോ തയ്യാറാകാതിരുന്ന മഹാനായിരുന്നു ആര്? തഔസ് ഇബ്നു കൈസാൻ അൽ യമാനി റളിയല്ലാഹു അൻഹു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അത്തരത്തിലുള്ള ജീവിതങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞു നിർത്തിയത് ആരെക്കുറിച്ചായിരുന്നു? അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം, അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. എങ്ങനെയായിരുന്നു അവരുടെ വിവാഹം നടന്നത്? വിവാഹത്തിൽ എന്തായിരുന്നു മഹർ? അവർക്ക് ജനിച്ച ആദ്യത്തെ കുട്ടി, ആ കുട്ടിയുടെ പേര്, കുട്ടി എങ്ങനെയായിരുന്നു മരണപ്പെട്ടത്? അതിനുശേഷമുള്ള ആ സ്ത്രീയുടെ ക്ഷമ, ആ ക്ഷമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് നൽകിയ ബറക്കത്ത് അല്ലേ. ആ കുട്ടി മരിച്ച അന്ന് അവർ ബന്ധപ്പെട്ടു. ആ ബന്ധത്തിലൂടെ അവർക്കൊരു കുട്ടി ജനിച്ചു, അബ്ദുള്ള. ആ അബ്ദുള്ളക്ക് പിന്നീട് 10 മക്കളുണ്ടായി, ആൺമക്കൾ. ആ 10 ആൺമക്കളും ഖുർആനിൻ്റെ വാഹകരായിരുന്നു. എന്നു മാത്രമല്ല, ആ 10 പേരുടെ കൂട്ടത്തിൽ 4 or 5 പേര് ഹദീസിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. നമ്മൾ പറഞ്ഞു അതിൽ ചിലർ ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഉസ്താദായിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ല മുവത്തയുടെ രചയിതാവായ ഇമാമു ദാരിൽ ഹിജറ, മദീനത്തെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന 4 മദ്ഹബിൽ പ്രധാനപ്പെട്ട ഒരു മദ്ഹബായ മാലിക്കി മദ്ഹബിൻ്റെ വജ്ഞാതാവായ ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഉസ്താദായിരുന്നു ആര്? ഈ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ. ഒറ്റ സ്ത്രീയുടെ സബറിൻ്റെ ബറക്കത്താന്നൊക്കെ നമ്മളത് പറഞ്ഞു. ഇന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പ്രശസ്തരായ ഹദീസിൻ്റെ പണ്ഡിതന്മാരൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന അബൂ തൽഹ അക്സറ അൻസാരിയിൻ മാലൻ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സമ്പത്തുള്ള, പണമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണത്തിൻ്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തോട്ടങ്ങളുണ്ടായിരുന്നു മദീനത്ത്. തോട്ടങ്ങളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈന്തപ്പഴ മരങ്ങളുണ്ടാവും, അതേപോലെ തന്നെ കിണറുകളുണ്ടാവും. അങ്ങനെ നല്ല സമ്പത്തുള്ള ആളായിരുന്നു അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ സമ്പത്തുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം ബൈറുഹാ തോട്ടമാണ്. മസ്ജിദ് നബവിയുടെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ അത് മസ്ജിദ് നബവിൻ്റെ ഉള്ളിലാണ്. അത് നിങ്ങൾക്ക് മസ്ജിദ് നബവിൻ്റെ പിന്നിൽ 21ാമത്തെ വാതിൽ, ബാബു മലിക് ഫഹദ് 21ാമത്തെ വാതിൽ, ഉമർക്ക് പോയവർക്ക് അറിയുണ്ടാവും. 21ാമത്തെ വാതിലിൽ ഇങ്ങനെ കയറി ഇടത്തോട്ട് കുറച്ച് തിരിഞ്ഞാൽ 22ാമത്തെ വാതിലിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിങ്ങൾക്ക് ആ തോട്ടത്തിൻ്റെയും ആ കിണറിൻ്റെയൊക്കെ സ്ഥലം കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ കാർപ്പറ്റ് ഉണ്ടെങ്കിൽ കാർപ്പറ്റ് ഒന്നിങ്ങനെ പൊക്കി നോക്കിയാൽ കാണാൻ പറ്റും. 21ാമത്തെ വാതിലിൽ കയറിയാണ്. അപ്പോൾ മസ്ജിദ് നബവിയുടെ തൊട്ടടുത്തുള്ള ഈ ബൈറുഹാ തോട്ടമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം. അന്ന് മസ്ജിദ് നബവി ചെറുതാണല്ലോ. അത് മസ്ജിദ് നബവിയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന തോട്ടമായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹ, നബിതങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബിതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ തോട്ടത്തിൽ വരുമായിരുന്നു, അവിടെ നിന്നുള്ള വെള്ളം കുടിക്കുമായിരുന്നു. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയാ, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയമുള്ള ഈ തോട്ടം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു ആയത്ത് അവതരിച്ചു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ബിർറ് കിട്ടുകയില്ല എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങി. ആലിമ്രാനിലെ 92ാമത്തെ ആയത്താണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാൽ മാത്രമേ ബിർറ് കിട്ടൂ. ബിർറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നന്മ, സ്വർഗം, അള്ളാഹുവിൻ്റെ തൃപ്തി, ഇതൊക്കെ കിട്ടണമെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളതിൽ നിന്ന് ചെലവഴിക്കണമെന്നുള്ള ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയ ഉടനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. നബിതങ്ങളോട് ചോദിച്ചു, ഇന്ന ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലേ? ആ, ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് അത് ബൈറുഹാ തോട്ടമാണ്. അതിതാ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് വെച്ച് തരികയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ പ്രതിഫലത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സൂക്ഷ്മ മുതലായിട്ട് അതിനെ വെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നബിയെ, അതുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അങ്ങ് ഇത് ചെലവഴിച്ചോ എന്ന് പറഞ്ഞു. നമ്മൾ ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ കേട്ട് കഴിഞ്ഞ സന്ദർഭമാണ്. പക്ഷെ അതിനിങ്ങനെ കേട്ട് വിടരുത്. നമുക്ക് വേണമെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാം. നമുക്കും ഇഷ്ടപ്പെട്ട കുറേ സമ്പത്തുകളുണ്ട്. ചിലർക്ക് അവരുടെ വീടുകളിൽ ഒന്നായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീടായിരിക്കും. അതല്ലെങ്കിൽ അധികം ആൾക്കും അതായിരിക്കും, വീടായിരിക്കുമല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത്. അല്ലെങ്കിൽ ചിലർക്ക് ചിലരുടെ വാഹനങ്ങളായിരിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തോട്ടങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വാങ്ങിയിട്ട നമ്മുടെ ചില പ്ലോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സമ്പത്ത് മനസ്സിൽ കാണുക തൽക്കാലം.
എന്നിട്ടൊന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, ഒരിക്കൽ ബുധനാഴ്ചയിലൂടെ ഖുറാൻ ക്ലാസ്, ബുധനാഴ്ചത്തെ ഖുറാൻ ക്ലാസ്സിൽ നിങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി വന്നു. അന്നത്തെ ഖുറാൻ ക്ലാസ്സിൽ നമ്മുടെ റിയാദ് ഉസ്താദ് വിശദീകരിച്ചത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്താണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആൽ ഇമ്രാനിലെ 92-ാമത്തെ ആയത്ത്. ആ ആയത്ത് നിങ്ങൾ കേൾക്കുന്നു, അതായത് നമ്മൾ കേൾക്കുന്നു, ഞാനടക്കം നമ്മൾ കേൾക്കുന്നു, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നു, അതിൻ്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഉസ്താദേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ഇതാണ്, ഇതാ അങ്ങയുടെ കയ്യിൽ ഞാൻ ഇത് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു, അങ്ങ് ഇഷ്ടമുള്ളതുപോലെ ഇത് ചെലവഴിച്ചോ എന്ന് പറയാൻ എനിക്ക് സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. എന്നോട് പറയണ്ട, മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഞാൻ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്നുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് നമ്മളും സഹാബാക്കളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് പറഞ്ഞത് 1000 മൊയ്തീൻ ഷേഖുകൾ ഒരുമിച്ച് കൂടിയാലും ഒരു സഹാബിയുടെ ദർജയിലെത്തൂലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സഹാബിയുടെ കാലിൽ പറ്റിയ കാലിലിട്ട ചെരുപ്പിൽ പറ്റിയ ഒരു പൊടിയുടെ അത്രയും പോലും 100 ഔലിയാക്കൾ ഒരുമിച്ച് കൂടിയാൽ ആവൂല എന്ന് പറഞ്ഞത്. അത് സഹാബാക്കൾക്ക് മാത്രമേ പറ്റൂ. കാരണം എന്താ? അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്ത് ഉണ്ടായിരുന്നു. നബിതങ്ങളിൽ നിന്നാണ് ആയത്ത് ഓതി കേട്ടത്, എന്നെപ്പോലുള്ള ആളുകളിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ അവർ അത്രയും വലിയ ത്യാഗമാണ് ചെയ്തത്. ഇനി ആ സംഭവത്തെ ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കണം. ലൻ തനാലുൽ ബിർറ എന്നൊരു ആയത്തിറങ്ങുന്നു. മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്ത് അദ്ദേഹത്തിന് സ്വന്തമായുള്ള തോട്ടം, ആ തോട്ടത്തെ മുഴുവനായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. മറ്റൊരു വായത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കലും ഇതേപോലെ വേറൊരു തോട്ടത്തിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ചെറിയ കുരുവി പോലത്തെ ഒരു പക്ഷി ആ തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോൾ ഇടനൂർന്ന് നിൽക്കുന്ന തോട്ടം, അത് പിന്നെ പുറത്തിറങ്ങാൻ കഴിയാതെ, അങ്ങനെയാണല്ലോ, ഒരു പെട്ടെന്നൊരു കിളി ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ബേജാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കുമല്ലേ, പുറത്തിറങ്ങാൻ കഴിയാതെ അതിങ്ങനെ ബേജാറായിട്ട് പാറിക്കളിക്കുന്നത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പോൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം അതിൻ്റെ ബാക്കിലെ ഇങ്ങനെ കണ്ണിങ്ങനെ പോയി, അതെന്ത് സംഭവിക്കുന്നു എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം അതിനിങ്ങനെ പിന്തുടർന്നു. പിന്നെ രണ്ടാമത് നമസ്കാരത്തിലേക്ക് ചിന്ത വന്നപ്പോൾ എത്രാമത്തെ റക്അത്തിലാണെന്ന് മറന്നുപോയി. സാധാരണ നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? മറവി സംഭവിച്ചാൽ ചെയ്യാൻ വേണ്ടി സുജൂദ് സഹ്വ് എന്ന ഒരു അമൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ സഹാബാക്കൾ അങ്ങനെ വെറും ഒരു സുജൂദ് സഹ്വിൽ ഒതുക്കുന്നവരായിരുന്നില്ല. നമസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് നേരെ അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, അള്ളാൻ്റെ റസൂലേ, ഇന്ന് എൻ്റെ ഒരു സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ ദീനിൽ ഒരു ഫിത്നക്ക് കാരണമായിരിക്കുന്നു. അതുകൊണ്ട് ആ സമ്പത്ത് അങ്ങയുടെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്, അങ്ങ് ഇഷ്ടമുള്ളിടത്ത് ചിലവാക്കിക്കോ എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാണ് സഹാബാക്കൾ. ഇങ്ങനെ പറഞ്ഞപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ബഖിൻ ദാ കമാലുൻ റാബിഹ്, ബഖിൻ ദാ കമാലുൻ റാബിഹ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബഖിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സന്തോഷവും അത്ഭുതവും ഒക്കെ ഉണ്ടാകുമ്പോൾ അറബികൾ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമാണ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ വാവ് എന്നൊക്കെ പറയുന്നില്ല. വാവ്, ഇതൊരു ലാഭകരമായ സമ്പത്ത് തന്നെ അബൂ തൽഹ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞത് ഞാൻ കേട്ടു, നീ ചെലവഴിച്ചോ, പക്ഷേ ഇത് ചെലവഴിക്കുമ്പോൾ നിൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരിൽ നീ ചെലവഴിച്ചോ. അവരിൽ കുറേ പാവപ്പെട്ടവരുണ്ട്, അതെനിക്കറിയാം, അതുകൊണ്ട് അവരുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി നീ ചെലവഴിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തൻ്റെ അടുത്ത കുടുംബക്കാർക്ക് വേണ്ടി അത് ചെലവഴിച്ചു. അതൊരു പരീക്ഷണമാണ്. ചിലപ്പോൾ നമുക്ക് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവും, സമ്പത്തും ഉണ്ടാവും. അത് എവിടെയാണ് ചെലവഴിക്കേണ്ടതെന്ന് ഉസ്താദിനോട് ചോദിക്കുമ്പോൾ, ഉസ്താദ് അടുത്ത കുടുംബക്കാർ ആരെങ്കിലും ദരിദ്രരായിട്ടുണ്ടോ? ആ ഉണ്ട്. എന്നാൽ പിന്നെ അവർക്ക് കൊടുത്തോ? ആർക്ക് കൊടുത്താലും ഓനിക്ക് ഞാൻ കൊടുക്കൂല എന്നാ. ആർക്ക് കിട്ടിയാലും ഓൻ തോന്നണ്ട, കാരണം ഓൻ എന്നോട് അങ്ങനത്തെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. സംഭവം എൻ്റെ ഒരു വകയിൽ സഹോദരനായിട്ടൊക്കെ വരുമെങ്കിലും ഓനിക്ക് ഞാൻ കൊടുക്കൂല എന്ന് പറയുന്നവരുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാത്തിരിച്ചു. അതൊരു പരീക്ഷണമാണ്. ചെലവഴിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്, നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ ദരിദ്രരായ പാവങ്ങളായ ആളുകളുണ്ടെങ്കിൽ ആദ്യം അവർക്ക് ചെലവഴിക്കണമെന്ന്, എന്നിട്ട് മാത്രമേ നമ്മൾ നാട്ടുകാരെ നന്നാക്കാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെലവഴിച്ചു. ഇത്രയും മഹത്തരമായ ജീവിതം അദ്ദേഹം നയിച്ചു. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജിഹാദിന് വേണ്ടി നാവികപ്പടയെ രൂപീകരിച്ച് കപ്പലിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി സഹാബാക്കൾ പുറപ്പെട്ടു. ഇദ്ദേഹത്തിന് വയസ്സായി. ഇദ്ദേഹവും ആ വയസ്സായ സമയത്തും തൻ്റെ ഉടയാടകളൊക്കെ അണിഞ്ഞുകൊണ്ട് വാളും പരിചയക്കെടുത്ത് കടലിൽ യുദ്ധത്തിന് പോകുന്നവരുടെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി കപ്പലിൽ പോകാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ മക്കളൊക്കെ പിടിച്ചു വെച്ച് പറഞ്ഞു, ഉപ്പ അങ്ങ് പോകണ്ട, അങ്ങേക്ക് പകരം ഞങ്ങൾ യുദ്ധം ചെയ്യാം, വയസ്സായില്ലേ. അപ്പോൾ അദ്ദേഹം ആയത്തോതി, ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലൻ വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചത് എളുപ്പമുണ്ടാകുമ്പോഴും സൗകര്യമുണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും, അതായത് ഭാരമുണ്ടാകുമ്പോഴും ലഘുവായിരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ സൗകര്യമുണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഒക്കെ യുദ്ധത്തിന് വിളിച്ചാൽ പോകണമെന്നാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പുറപ്പെടുമെന്ന് പറഞ്ഞ് വയസ്സായ സമയത്തും അദ്ദേഹം
കപ്പലിൽ കയറി യാത്ര ആരംഭിച്ചു. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് കടലിൻ്റെ നടുവിൽ കപ്പലിൽ വെച്ച് തന്നെ അദ്ദേഹം വഫാത്തായി. അത്ര വലിയ മഹത്തരമായ വഫാത്താണെന്ന് ആലോചിച്ച് നോക്കി അല്ലേ. ഏത് മാർഗത്തിൽ ഉണ്ടാകുമ്പോഴാണ് വഫാത്താകുന്നത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പോവുക. അതും ആദ്യമായിട്ടാണ് സഹാബാക്കൾ കപ്പലിൽ കയറി യുദ്ധത്തിന് പോകുന്നത്. കരയുദ്ധം സഹാബാക്കൾക്ക് പരിചയമുണ്ട്, പക്ഷേ കടൽ യുദ്ധം, നാവിക യുദ്ധം അവർക്ക് പരിചയമില്ലാത്ത മേഖലയാണ്. എന്നിട്ടും ജീവൻ പണയം വെച്ചിട്ട് പോകുന്ന ആ യാത്രയിൽ അദ്ദേഹം വഫാത്തായി, ഷഹീദായി. അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദിൻ്റെ കൂലി നൽകും. എന്നിട്ട് ചരിത്രത്തിൽ കാണാം, ഇമാം അബൂ യഅല തൻ്റെ മുസ്നദിൽ സഹിഹായ സനദോടുകൂടി റിവായത്ത് ചെയ്യുന്ന സംഭവത്തിൽ കാണാം, അദ്ദേഹം ഇങ്ങനെ കടലിൽ മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ, മയ്യത്തിനെ ദഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു കര 7 ദിവസങ്ങൾക്ക് ശേഷമാണ് സഹാബാക്കൾക്ക് കിട്ടിയത്. കടലാണല്ലോ. 7 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ദഫൻ ചെയ്യാനുള്ള കര കിട്ടിയത്. ആ കര കിട്ടിയപ്പോൾ ആ ദഫൻ ചെയ്യാൻ വേണ്ടി മയ്യത്തിന് അവർ പുറപ്പെട്ടപ്പോൾ വലം യതഗയ്യർ, ഫ്രീസറും ഇല്ലായിരുന്നു, ഐസും ഇല്ലായിരുന്നു, ആ സിസ്റ്റങ്ങൾ ഒന്നുമില്ലായിരുന്നു, വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 7 ദിവസമായിട്ടും ഒരു ചെറിയ മാറ്റം പോലും സംഭവിച്ചിരുന്നില്ല. ചെറിയ മാറ്റം പോലും സംഭവിച്ചിരുന്നു. അദ്ദേഹം എങ്ങനെയാണോ മരിക്കുമ്പോൾ കിടന്നുറങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നത് അതുപോലെ ഉണ്ടായിരുന്നു. അവർ ആ ശരീരത്തെ എടുക്കുകയും അതിനെ ആ കരയിൽ മറമാടുകയും ചെയ്തുവെന്ന് സഹിഹായ സനദോടുകൂടി ഇമാം അബൂ യഅല തൻ്റെ മുസ്നദിൽ റിവായത്ത് ചെയ്യുന്നുണ്ട് റളിയല്ലാഹു അൻഹു വർള. അപ്പോൾ അദ്ദേഹം ഉഹദിൻ്റെ രണാങ്കണത്തിൽ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും നമ്മൾ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഉഹദിൻ്റെ രണാങ്കണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത്, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മുദാക്കറ ചെയ്തുകൊണ്ടിരിക്കണം. ക്ലാസ് തുടങ്ങിയത് എന്തിനാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്തിനാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അങ്ങേയറ്റം ആ ഒരു ഉയർന്ന തരത്തിലുണ്ടാകണം. ആ സ്നേഹം നമ്മൾ എവിടെ എത്തിക്കണം? ഇത്തിബായിലേക്ക് എത്തിക്കണം അല്ലേ. നബിതങ്ങളുടെ സുന്നത്ത് ഒരടങ്ങേറായി ചെയ്യുന്ന അവസ്ഥ മാറി നബിതങ്ങളോടുള്ള സ്നേഹം മൂത്തിട്ട് സുന്നത്തുകൾ ഇങ്ങനെ അന്വേഷിച്ച് ചെന്ന് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതായിരുന്നു സഹാബാക്കളുടെ സ്നേഹം അല്ലേ. സഹാബാക്കളുടെ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബസറയിൽ നബിതങ്ങളെപ്പോലെ കാണാൻ വേണ്ടി തോന്നിക്കുന്ന ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. കാബിസ് ഇബ്നു റബീഅ എന്നാണ് അയാളുടെ പേര്. താബിഈ പണ്ഡിതനാണ് അദ്ദേഹം. സാധാരണ സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ബനൂ ഹാഷിം ഗോത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ കാണാൻ തോന്നിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജഅഫർ ബിൻ അബി ത്വാലിബ്, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ തോന്നിപ്പിക്കുന്നവരായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഒന്നെങ്കിൽ ബനൂ ഹാഷിമിൽപ്പെട്ടവർ, സഹാബാക്കളിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം താബീങ്ങളിൽപ്പെട്ട ഒരാൾ സഹാബാക്കളുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ കാണാൻ വേണ്ടി ഈ വാർത്ത നാടൊക്കെ പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ കാണാൻ തോന്നിപ്പിക്കുന്ന ഒരാൾ ബസറയിലുണ്ട് എന്ന വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പരന്നു. ഈ വാർത്ത ആര് കേട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്ത, നബി തങ്ങളെ കണ്ണ് നിറച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഖാദിം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ വാർത്ത കേട്ടു. അപ്പം തന്നെ അദ്ദേഹം വണ്ടി കയറി നേരെ ബസറയിൽ ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹത്തെ കണ്ടതും അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിയന്ത്രണം വിട്ടു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കൂടെയുള്ള ജനങ്ങളോട് പറഞ്ഞു, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയൻദുർ ഇലാ കാബിസ് ഇബ്നു റബീഅ. ആർക്കെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാലത്ത് കാണണമെന്നുണ്ടെങ്കിൽ കാബിസ് ഇബ്നു റബീഅയിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത്രക്കും എക്സാക്റ്റ് ഒരു പതിപ്പായിരുന്നു കാബിസ് ഇബ്നു റബീഅ. അങ്ങനെ ഇത് ജനങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ പിന്നെ ഇയാളുടെ ശുഹ്റത്ത്, ആ പ്രസിദ്ധി വീണ്ടും വർദ്ധിച്ചു. ആളുകളൊക്കെ ഇദ്ദേഹത്തെ വരാൻ തുടങ്ങി. പല ആളുകളും ഇദ്ദേഹത്തെ കൊണ്ട് ഫിത്നയിലാകാൻ തുടങ്ങി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് പോലെ ആളുകൾ ഇദ്ദേഹത്തെ കാണുന്നു, നബി തങ്ങളോട് ചെയ്യുന്നത് പോലെ ഇദ്ദേഹത്തോട് ചെയ്യുന്നു. അങ്ങനെ പല ആളുകളും ഫിത്നയിൽ അകപ്പെടുത്താൻ വരെ തുടങ്ങി. ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയപ്പോൾ അന്ന് അവിടുത്തെ അമീർ അബ്ദുല്ലാഹ് ബിൻ ആമിർ റഹിമഹുല്ല, അദ്ദേഹം അന്നത്തെ ഖലീഫയായിരുന്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. ഇങ്ങനെ ഒരാൾ ഇവിടെ പുറപ്പെട്ടിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. പലരും അയാൾ കാരണം ഫിത്നയിൽ അകപ്പെടുന്നു, കാരണം ആളുകൾ ഓവറാക്കുന്നു. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതി. മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പരാതി കിട്ടിയപ്പോൾ ഈ കാബിസ് ബിൻ റബീഅയെ ഷാമിലേക്ക്, സിറിയയിലേക്ക് വിളിപ്പിച്ചു. അവിടെയാണ് മുആദ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അപ്പം ഈ കാബിസ് ബിൻ റബീഅ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് പ്രവേശിക്കുന്ന രംഗം ചരിത്രത്തിൽ പറയുന്നുണ്ട്. ദൂരെ നിന്ന് വാതിലിൽ കൂടി അദ്ദേഹം ഇങ്ങനെ സദസ്സിലേക്ക് പ്രവേശിച്ചു. ദൂരത്ത് നിന്ന് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടു. എന്തിനാ വിളിപ്പിച്ചത്? പരാതി കിട്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി, ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാ.
പക്ഷേ അദ്ദേഹം പ്രവേശിച്ച് അദ്ദേഹത്തെ കണ്ടതോടുകൂടി നസല അൻ സരീരിഹി, മുആവിയ റളിയല്ലാഹുവിൻ്റെ കൺട്രോളും വിട്ടു. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി ഇറങ്ങി വമശാ ഇലൈഹി, കാബിസിൻ്റെ അടുക്കിലേക്ക് നടന്നുപോയി. ഹത്ത ഖബ്ബല ബൈന യദൈഹി, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കണ്ണിൻ്റെ ഇടയിൽ ഇങ്ങനെ ആഞ്ഞാഞ്ഞു ചുംബിച്ചു. അദ്ദേഹത്തിന് നിയന്ത്രണം കിട്ടും. കാരണം എന്താ? ഒന്നുമില്ലെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, പ്രിയപ്പെട്ട അനുയായിയാണ്. നബിയെപ്പോലെ കാണാൻ തോന്നിക്കുന്ന ഇദ്ദേഹത്തെ കണ്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന് നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിപ്പിച്ച ഈ മനുഷ്യനെ അദ്ദേഹം ബഹുമാനത്തോടുകൂടി ആദരിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇരുത്തി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവസാനം തിരിച്ചു പോകുമ്പോൾ മിർഗാബ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകം ഭൂമി, കുറച്ച് സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിന് ബൈത്തുൽ മാലിൽ നിന്ന് പതിച്ചു നൽകിയിട്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു തിരിച്ചയച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത്. അനസ് റളിയല്ലാഹു അൻഹു പറയുക, ലമ്മാ ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീനത അളഅ മിൻഹാ കുല്ല ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പ്രവേശിച്ചപ്പോൾ മദീനത്തുള്ള മുഴുവൻ വസ്തുക്കളും പ്രകാശപൂരിതമായി. വലമ്മാ തുവഫിയ അദ്ലമ മിൻഹാ കുല്ലു ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മദീന മുഴുവനും അന്ധകാരത്തിലായി, ഇരുൾ മൂടിയെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ ഈ ഒരു ബന്ധമില്ല സഹാബാക്കൾക്ക് ഉണ്ടായിരുന്ന. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കണ്ടപ്പോഴുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ആവേശമല്ല നമ്മൾ പറയുന്നത്. നബി തങ്ങളെ കണ്ടിട്ടില്ലാത്ത, നബി തങ്ങളെ പോലെ കാണാൻ തോന്നിക്കുന്ന താബിഈ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളെ കണ്ടപ്പോഴുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ആവേശത്തെക്കുറിച്ച് നമ്മൾ കേട്ടത് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് നമുക്ക് ഉണ്ടാവണം, ഒരു ആത്മബന്ധം, ഒരു ഫൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉഹദ് യുദ്ധത്തിൽ സ്ത്രീകൾക്കുള്ള ഉഹദ് യുദ്ധത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരിക്കലും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്ത്രീകളെ കൂട്ടിയിരുന്നില്ല. ജിഹാദ് ആർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ? പുരുഷന്മാർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയാണ് ആദ്യമായിട്ട് ഒരു യുദ്ധത്തിൽ വാളെടുത്ത സ്ത്രീ. അതേപോലെ തന്നെ ഒരു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള യുദ്ധത്തിൽ പുരുഷന്മാരോട് വാളെടുത്ത പോരാടിയ ഒരേ ഒരു സ്ത്രീയും ചിലപ്പോൾ ഈ സ്ത്രീ തന്നെയായിരിക്കും. ഇനി അങ്ങോട്ടുള്ള ചരിത്രത്തിൽ നമുക്കത് പഠിക്കണം. ഏതായാലും ആദ്യമായി ഒരു സ്ത്രീ വാളെടുത്ത് പോരാടിയത് ഉഹദ് യുദ്ധത്തിലായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഈ സ്ത്രീ അല്ലാതെ മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ഡ്യൂട്ടി എന്തായിരുന്നു? അവർ ഇസ്ലാമിക വസ്ത്രം ധരിച്ച്, അവർ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറച്ച്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവർ ചെയ്തിരുന്ന ഡ്യൂട്ടി ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ മുറിവേറ്റ് കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. ഇതിനു വേണ്ടിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കൂട്ടിയിരുന്നത്. ഉഹദിൻ്റെ രണാങ്കണത്തിൽ അങ്ങനെ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ: ഒന്ന് ആയിഷ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ട് ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. പിന്നെ ഹംന ബിൻത് ജഹ്ഷ്, ഉമ്മു സുലൈത്ത്, ഉമ്മു സുലൈം, ഉമ്മു ഐമൻ, പിന്നെ അൻസാരികളിൽപ്പെട്ട കുറച്ച് സ്ത്രീകൾ റളിയല്ലാഹു അൻഹുന്ന ജമീഅൻ. ഇവരൊക്കെ ഈ പറഞ്ഞ ഡ്യൂട്ടിക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഖാല കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. കഅബ് ഇബ്നുൽ അഷ്റഫ് അല്ല കേട്ടോ, കഅബ് ഇബ്നുൽ അഷ്റഫ് യഹൂദിയാണ്. അയാളെ എങ്ങനെയാണ് വകവരുത്തിയത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കഅബ് ഇബ്നു മാലിക് സഹാബിയാണ്, നമുക്ക് മുമ്പ് തെറ്റിപ്പോയിട്ടുണ്ട്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ഉമ്മു സുലൈമിനെയും ആയിഷയെയും റളിയല്ലാഹു അൻഹുമ ഉഹദ് യുദ്ധത്തിൽ ഇങ്ങനെ കണ്ടു. അവരുടെ പുറത്ത് അവർ നമ്മളെ തൊട്ടിയിൽ വെള്ളവും ചുമന്നുകൊണ്ട് പരിക്ക് പറ്റിയവരുടെ അടുക്കൽ പോയി അവർക്ക് വെള്ളം കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഹംന ബിൻത് ജഹ്ഷിനെയും ഞാൻ കണ്ടു റളിയല്ലാഹു അൻഹ. അവരും ഇങ്ങനെ ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കുകയും പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. വക്കാലത്ത് ഉമ്മു ഐമനെയും ഞാൻ കണ്ടു, അവർ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ സഹാബി വനിതകൾ ഉഹദിൽ ചെയ്തിരുന്നു. പക്ഷേ ഉഹദിൽ വാളെടുത്ത് പോരാടിയത് ഒരൊറ്റ പെണ്ണുങ്ങളായിരുന്നു, ഒരൊറ്റ സഹാബിയത്തായിരുന്നു റളിയല്ലാഹു അൻഹ. ഇസ്ലാമിക ചരിത്രത്തിൽ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി വാളെടുത്തതും ആ സ്ത്രീയായിരുന്നു. ആരാണ് ആ സ്ത്രീ? എത്ര പേർക്കറിയാൻ പേര്? അതെ, നമ്മൾ ഇതുവരെ ചിലപ്പം കേട്ടിട്ടില്ലാത്തൊരു പേര്, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിത്വം, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു മഹാവനിത, മഹദി ഉമ്മു ഐമാറ നസീബ ബിൻത് കഅബ് അൽ മാസിനിയ അൽ അൻസാരിയ റളിയല്ലാഹു അൻഹ. അവരുടെ പേരെന്താ? നസീബ ബിൻത് കഅബ് അൽ മാസിനിയ അൽ അൻസാരിയ. പക്ഷേ അവരുടെ അറിയപ്പെടുന്ന പേരെന്താ? ഉമ്മു ഐമാറ റളിയല്ലാഹു അൻഹ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. അവരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നൊന്നുമില്ല, കാരണം അത് അനുവദനീയമല്ല. സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമല്ല. അവർ പിന്നെ എങ്ങനെ വാളെടുത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നു? പാവം ഈ സ്ത്രീ ഉഹദിൻ്റെ അന്ന് രാവിലെ ഏകദേശം യുദ്ധമൊക്കെ കഴിയുന്ന സമയമായപ്പോൾ എല്ലാവർക്കും എന്ത് പറ്റി, മുസ്ലിമീങ്ങൾ വിജയിച്ചോ, എന്തായി എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ അസൂയ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഉമ്മു ഐമാറ റളിയല്ലാഹു അൻഹ. അവരുടെ ആദ്യത്തെ ഭർത്താവ് സെയ്ദ് ബിൻ ആസിം, രണ്ടാമത്തെ ഭർത്താവ്, അതുപോലെ തന്നെ അവരുടെ 2 ആൺമക്കൾ, ഇവരൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആദ്യഘട്ടത്തിൽ അഖബയിൽ വെച്ച്, അൻസാരികൾ ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാറിൽ ഏർപ്പെടാൻ വേണ്ടി അഖബയിൽ പോകുന്നുണ്ട്, മക്കത്ത് വെച്ച്. അന്നേ മുസ്ലിമായ ആളുകളായിരുന്നു ഇവരെല്ലാവരും. എന്ന് മാത്രമല്ല, ഇവരുടെ ഒരു സഹോദരൻ അബ്ദുല്ലാഹ് ബിൻ കഅബ്, അദ്ദേഹം ബദരിയാണ്. രണ്ടാമത്തെ സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ കഅബ്, അദ്ദേഹം ബക്കായിങ്ങളിൽപ്പെട്ടതാണ്. പണ്ട് നമ്മൾ കരഞ്ഞിട്ട് ചരിത്രത്തിൽ പ്രവേശിച്ച 7 പേരെ കുറിച്ച് പറഞ്ഞിരുന്നു. ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടാതായപ്പോൾ കരഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരിച്ചയച്ച സമയത്ത് കരഞ്ഞു പോയതിൻ്റെ പേരിൽ അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കി 7 പേരെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ 7 പേരിൽ ഒരാളാണ് ഇവരുടെ സഹോദരൻ. ഇങ്ങനെ നോക്കിയാൽ ഈമാനിയായ തരത്തിൽ ഉന്നത ദർജയിൽ നിൽക്കുന്ന, നമുക്ക് അസൂയ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടയാളാണ് ആര്? നസീബ ബിൻത് കഅബ്. അപ്പോൾ ഇവരുടെ മകനും ഉണ്ട്, ഒരു മകനും ഒരു ഭർത്താവും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ, അവർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്നറിയാൻ വേണ്ടിയിട്ട് പാവം ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് വന്നതാണ്. ഇവരെത്തുന്ന സമയം മുസ്ലിമീങ്ങൾ വിജയിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. മുസ്ലിമീങ്ങൾക്കായിരുന്നു ആ സമയത്ത്, അല്ലേ, ആദ്യം വിജയിച്ചല്ലോ മുസ്ലിമീങ്ങൾ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, നമ്മൾ പറഞ്ഞു നബി തങ്ങൾ ബാക്കിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വെള്ളത്തിൻ്റെ പാത്രവുമായിട്ട് വന്നു. പക്ഷേ പെട്ടെന്നാണ്, മിനിറ്റുകൾ കൊണ്ടാണ് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞത്. ഇവർ നബി തങ്ങളുടെ അടുക്കലേക്ക് എത്തുകയും അപ്പോഴേക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹു അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവസ്ഥകൾ മാറി മറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ ശത്രുക്കൾ ചീറിപ്പാഞ്ഞു വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ ഈ സഹാബിയ വനിത ഒന്നും നോക്കിയില്ല. പരിചയമില്ല, വാളിൽ ഒരു കുന്തവുമില്ല കയ്യിൽ. പക്ഷേ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ തൊട്ടി വലിച്ചെറിയുകയും കിട്ടിയ വാളും എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചുകൊണ്ട് പോരാടുകയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നബി തങ്ങൾ നോക്കുമ്പോൾ ഒരു പരിചയ പോലും ഇല്ലാതെ വാളെടുത്ത് പോരാടുന്ന ഉമ്മു ഐമാറയെ മുമ്പിൽ കണ്ടത്. ആ സമയത്ത് ഒരാൾ പിന്തിരിഞ്ഞോടുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു പരിചയം ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കിതുർസക ഇലാ മൻ യുഖാതിൽ, സഹോദര, നീ പേടിച്ചോടുന്നുണ്ടെങ്കിൽ നീ തൽക്കാലം നിന്റെ ആ പടച്ചട്ടയില്ലേ, കുറച്ചാളുകൾ നമ്മൾ പറഞ്ഞല്ലോ പിന്തിരിഞ്ഞോടിപ്പോയി ആ ഭയാനകതയിൽ, ആ പടച്ചട്ട ആ പാവപ്പെട്ട പെണ്ണിന് കൊടുക്കുക എന്ന് പറഞ്ഞ ആളെ കൊണ്ട് ആ പടച്ചട്ട താഴെ ഇടിയിപ്പിക്കുകയും ഉമ്മയമാരോട് ആ പടച്ചട്ട എടുത്ത് പോരാടാൻ വേണ്ടി പറയുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ മുമ്പിലും ഉമ്മയമാറ, പിന്നിലും ഉമ്മയമാറ, സൈഡിലും ഉമ്മയമാറ, എല്ലാ ഭാഗത്തും ഉമ്മയമാറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല മഖാമു നസീബ ബിൻത് കഅബ് അഫ്ളലു മിൻ മഖാമി ഫുലാനിൻ വഫുലാൻ. ഇന്നത്തെ ദിവസം നസീബ ബിൻത് കഅബിൻ്റെ സ്ഥാനം ഇന്ന വ്യക്തികളെക്കാൾ ശ്രേഷ്ഠമാണ് കേട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ തുതീഖ് മിസ്ല മാ തുതീഖീന യാ ഉമ്മി ഐമാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശത്തോടെ ചോദിക്കുക, നിനക്ക് സാധിക്കുന്നത് പോലെ വേറെ ആർക്ക് ചെയ്യാൻ സാധിക്കും ഉമ്മു ഐമാർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല, പിന്നെയോ നിർബന്ധ സാഹചര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു, ഇബ്നു ഖമിഅ എന്ന് പറഞ്ഞ ഒരു ദുഷ്ടൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ച അയാൾ പിന്നീട് ഒരു ആടിൻ്റെ കുത്തു കൊണ്ടിട്ട് മരിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ നീചനായ ദുഷ്ടനായ വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വന്നപ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹും കുറച്ച് സഹാബാക്കളും നബി തങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മുമ്പിൽ ചാടി വീണു. ആ കൂട്ടത്തിൽ ആരും ചാടി വീണു? പാവപ്പെട്ട ഈ പെണ്ണുങ്ങളും ചാടി വീണു. സ്ത്രീയാണ്, വയസ്സായ സ്ത്രീയാണ്, ചെറുപ്പക്കാരിയല്ല, അത്യാവശ്യം പ്രായമുണ്ട്, 2 ആൺമക്കളുണ്ട്. 2 ആൺമക്കൾ, ഒരു മകൻ ഈ യുദ്ധത്തിൽ വന്നിട്ടുമുണ്ട്, ഭർത്താവുണ്ട് ഇവിടെ. ഈ പെണ്ണുങ്ങൾ ചാടി വീണു. ഈ പെണ്ണുങ്ങൾ കഴിയുന്നത് പോലെയൊക്കെ ഇബ്നു ഖമിയെ വെട്ടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇബ്നു ഖമിയ അവർ പറയാ വഅലൈഹി ദിർആൻ, 2 പരിച ധരിച്ചിട്ടുണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വെട്ടിയിട്ട് അയാൾക്ക് കൊള്ളുന്നില്ല. പക്ഷെ അയാൾ തിരിച്ചു വെട്ടി, തലങ്ങും വലങ്ങും വെട്ടി. 12 മുറിവുകൾ ആ സ്ത്രീയുടെ മേലേറ്റുന്ന 12 മുറിവുകൾ. എത്ര മുറിവുകൾ? അത് നമ്മൾ ബൈക്കിൽ നിന്ന് വീണിട്ട് വരഞ്ഞിട്ട് ഇങ്ങനെ തോല് പോകുന്ന മുറിവല്ല, വാളുകൊണ്ടുള്ള വെട്ടാണ്. അതിലൊരു വെട്ട് അവരുടെ പെരടിക്ക് കൊണ്ടു, പടച്ചട്ട ഇല്ലല്ലോ, പെരടിക്ക് കൊണ്ട് ആ മുറിവ് 1 വർഷം അവർക്ക് ചികിത്സിക്കേണ്ടി വന്നു. 1 വർഷം ചികിത്സിക്കുന്നു. പിന്നീട് പറയുന്നുണ്ട്, ഒരു സഹാബി വനിത പറയുന്നുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവരെ കാണാൻ പോയപ്പോൾ ഈ മുറിവുകളെ പറ്റി ചോദിച്ചപ്പോൾ അവരെനിക്ക് കാണിച്ചു തന്നു. ആ മുറിവിൻ്റെ അകത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ വലിയൊരു കുഴിയായിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ഒരു വെട്ട്. ആ സമയത്താണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു ഖമിയ കൊല്ലുന്നത്. നമ്മൾ പറഞ്ഞു, പടച്ചട്ട അണിഞ്ഞു കഴിഞ്ഞാൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കാണാൻ ആരെ പോലെ ഉണ്ടാകും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇബ്നു ഖമിയ പറഞ്ഞത്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നു എന്ന് വിളിച്ച് പറഞ്ഞത്. അതാണ് പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പോരാടിയതാരാ? ഒരു പുരുഷനല്ല, പിന്നെയോ ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണാണ്. എൻ്റെ ഹബീബിൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല.
അങ്ങനെ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഉമ്മൈമാറ പോരാടുന്നു, മറുഭാഗത്ത് ഉമ്മൈമാറയുടെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹവും ധീരമായി പോരാടുന്നു. റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. റസൂലുള്ളാഹി ദുആ ചെയ്തു, ബാറക്കല്ലാഹു അലൈക്കും മിൻ അഹ്ലിൽ ബൈത്ത്, അള്ളാഹു ഈ വീട്ടുകാരുടെ മേൽ ബറക്കത്തും റഹ്മത്തും ചൊരിയട്ടെ, എനിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ഈ പാവങ്ങൾ സഹിക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് നബിതങ്ങൾ ഞങ്ങളോട് നല്ല സ്നേഹത്തിലാണ്, നബിതങ്ങൾ നല്ല മൂഡിലാണ് എന്ന് മനസ്സിലാക്കിയ ഉമ്മു ഐമാറ ആ അവസരത്തെ നന്നായി മുതലാക്കി. ഒരു വലിയ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു വാങ്ങി. ആ പെണ്ണുങ്ങളുടെ ആ ബുദ്ധി നോക്കണേ, ആ ഫിഖ് ഭയങ്കര സംഭവമാണ്. കാരണം അങ്ങനെയാണല്ലോ, നമുക്ക് ഉമ്മാനോടൊക്കെ എന്തെങ്കിലും ഒന്ന് ചോദിച്ച് അനുവാദം വാങ്ങണമെങ്കിൽ അല്ലേ, നമ്മുടെ മക്കൾ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് അനുവാദം വാങ്ങുക എപ്പോഴാണ്? നമ്മൾ നല്ല മൂഡിലുണ്ടാകുമ്പോഴാണ് അവർ പതുക്കെ സോപ്പിട്ട് നമ്മളെടുത്ത് വരിക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങനെയാണെങ്കിൽ ഉദ്ഉല്ലാഹ അൻ നുറാഫിഖക ഫിൽ ജന്ന, ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിലും കൂടി ഒന്നിച്ച് ചേരണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്, അതിനും കൂടി വേണമെന്ന് ദുആ ചെയ്യണേ. ഇവിടെ ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങൾ മോനും വാപ്പയും ഉമ്മയും ഒക്കെ ഒന്നിച്ച് അങ്ങേക്ക് വേണ്ടി പ്രതിരോധമൊരുക്കി അങ്ങയെ ഞങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു, അങ്ങയുടെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. ഒന്ന് അള്ളാഹിനോട് സ്വർഗത്തിൽ വരുമ്പോൾ ഞങ്ങൾ ആയിപ്പോവല്ലേ, ഞങ്ങൾ ദൂരത്തായി പോകരുത്, അങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ആകണം, അതിനുവേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറയും. ഇത് വാഖിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സിറയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന, അല്ലാഹുവേ നീ അവരെ സ്വർഗത്തിൽ എൻ്റെ ഉറ്റ കൂട്ടുകാരാക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ സ്ത്രീയുടെ ഫിഖ് നോക്കിയ, ആ സ്ത്രീയുടെ ബുദ്ധി നോക്കിയ, ആ സമയത്ത് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ചോദിച്ച് അവർ വാങ്ങി. അങ്ങനെ ചരിത്രത്തിൽ കാണാം, ഇങ്ങനെ 12 മുറിവുകളേറ്റ് ക്ഷീണിതയായി ദേഹം മുഴുവനും രക്തം വാർന്ന് കിടക്കുന്ന സമയത്താണ് ഉഹദ് കഴിഞ്ഞ ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംറാഉൽ അസദിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹാബാക്കളോട് പറയുന്നത്. അത് എന്താ ഹംറാഉൽ അസദ് നമ്മൾ ഇനി പറയും ഇൻഷാ അല്ലാഹ്. അടുത്തൊരു യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. പോകാൻ വേണ്ടിയിട്ടുള്ള വിളി കേട്ടതും പാവപ്പെട്ട ഈ സ്ത്രീ ചാടി എഴുന്നേറ്റുന്ന, ഫശദ്ദത് അലൈഹ സിയാബഹ, അവരവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തണിഞ്ഞ് പോകാൻ വേണ്ടി തയ്യാറായിരുന്ന, പക്ഷേ രക്തം പൊട്ടി ഒലിക്കുന്നതിനാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തതുകൊണ്ട് വീണ്ടും അവർ ഇരിക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. ആരാ? ഉമ്മു ഐമാറ നസീബ ബിൻത് കഅബ് അൽ അൻസാരി. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംറാഉൽ അസദിൽ പോയി തിരിച്ചെത്തിയ ഉടനെ ആദ്യം ചെയ്തത് ഉമ്മു ഐമാറയുടെ മകൻ അബ്ദുള്ളയെ അയച്ചിട്ട് എൻ്റെ ഉമ്മു ഐമാറയ്ക്ക് എങ്ങനെയുണ്ട്, സുഖം തന്നെയാണോ എന്ന് ചോദിക്കുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത്. മകൻ വന്നിട്ട് സുഖമാണെന്ന് പറഞ്ഞപ്പോൾ ഫസുരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. റളിയല്ലാഹു അൻഹാ വ അർളാഹ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പുറത്തു നിന്ന് ഒരു നാടിൻ്റെ രാജാവ് വളരെ കൂടിയ കുറച്ച് ഷാള് പുതപ്പുകൾ കൊടുത്തയച്ചു. അപ്പം ഇങ്ങനെ സ്ത്രീകൾ ധരിക്കുന്ന ഷാളും പുതപ്പും ഒക്കെയാണ്. ഇത് ആർക്ക് കൊടുക്കണം? അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, അങ്ങയുടെ മകൻ അബ്ദുള്ള പുതിയ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനമായിട്ട് കൊടുത്താലോ? ഉമർ അള്ളാഹു പറഞ്ഞു, ആ കുട്ടിക്ക് കൊടുക്കണ്ട, ആ കുട്ടി പുതുതായി വന്നതല്ലേ, ഓൾറെഡി കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഒരു കാര്യം ചെയ്യാം, അതിനേക്കാൾ ഹൈറായ ഒരാൾക്ക് ഞാൻ ഇതയക്കും. ആരാ അത്? ഉഹദ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൽതഫത്തു യമീനൻ വലാ ഷിമാലൻ ഇല്ലാ ബിഹാ ഉമ്മു ഐമാറ നസീബ ബിൻത് കഅബ്, ഞാൻ വലതുവശത്തും തിരിഞ്ഞിട്ടില്ല ഇടതുവശത്തും തിരിഞ്ഞിട്ടില്ല, ഇല്ല വജത്തു ഉമ്മു ഐമാറയെ, അതായത് എങ്ങോട്ട് തിരിയുമ്പോഴും ഞാൻ ഉമ്മു ഐമാറയെ കണ്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഞാനിത് അയച്ചു കൊടുത്തുമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് ആ സാധനം ഇത് അയച്ചു കൊടുത്തു എന്നാണ് മഹാന്മാർ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉമ്മു ഐമാറ റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവം വെച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും തെളിവ് പിടിക്കരുത്. പെണ്ണുങ്ങൾ സമരത്തിന് പോകാനും യുദ്ധം ചെയ്യാനൊന്നും തെളിവ് പിടിക്കരുത്. തെളിവ് പിടിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പിടിച്ചോ, കുഴപ്പമില്ല, പക്ഷേ ഈ സംഭവം എടുത്ത് തെളിവ് പിടിക്കരുത്. അങ്ങനെ പോകാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഫിഖ്ഹിയായ മസലാണ്, ഉലമാക്കൾ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഈ സംഭവത്തിൽ ഒരിക്കലും നിങ്ങൾ തെളിവ് പിടിക്കരുത്. കാരണം എന്താ? ഇത് നിർബന്ധിതാവസ്ഥയിൽ ചെയ്തതാണ്, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് വന്നതൊന്നുമല്ല, മറിച്ച് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ അവർ ചാടി വീണതാണ്. അതുകൊണ്ട് ആ വിഷയവും ഈ വിഷയവും തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കരുത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. ഇവരുടെ മക്കൾ നമ്മൾ പറഞ്ഞു 2 ആൺമക്കളുണ്ടായിരുന്നു. ഒന്ന് അബ്ദുല്ലാഹിബ്നു സെയ്ദും 2 ഹബീബ് ഇബ്നു സെയ്ദും. ഈ ഹബീബ് ഇബ്നു സെയ്ദ് അഖബ ഉടമ്പടിയുടെ സമയത്ത് അൻസാരികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറിയ പ്രായമായിരുന്നു, പക്ഷെ അദ്ദേഹവും മക്കത്ത് പോയി ബൈഅത്ത് ചെയ്തിരുന്നു. തൻ്റെ സ്വന്തം ചെറിയ കൈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, നബിയെ ഞങ്ങളുടെ ജീവൻ പോയാലും അങ്ങയുടെ ജീവൻ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അവന്ന് ബൈഅത്ത് ചെയ്തിരുന്നു.
ഈ മകൻ ബദർ യുദ്ധത്തിൻ്റെ സമയമായപ്പോൾ പ്രായം കുറഞ്ഞ ആളായോണ്ട് യുദ്ധത്തിന് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്താ സഹാബിയുടെ പേര്? ഹബീബ് ഇബ്നു സെയ്ദ്. ആരുടെ മകനാ? ഉമ്മു ഇമാറ റളിയല്ലാഹു അൻഹയുടെ മകൻ. ഉഹദിൻ്റെ രണാങ്കണമായപ്പോൾ പ്രായം കുറവായതിൻ്റെ പേരിൽ പങ്കെടുത്തിട്ടില്ല എന്നും അഭിപ്രായമുണ്ട്, പങ്കെടുത്തു എന്നും അഭിപ്രായമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പക്കാരനായ ചെറിയ പ്രായമുള്ള സഹാബി. ഹിജ്റ 9-ാമത്തെ വർഷമാണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ രംഗപ്രവേശനം ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് പറയും. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് മാത്രം പറയാം. അപ്പോൾ ഈ കള്ളപ്രവാചകൻ വലിയ ഫിത്നകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ കള്ളപ്രവാചകനെതിരെ അയാളൊന്ന് വഴിക്ക് നിർത്താൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്തെഴുതി, താക്കീത് ചെയ്തുകൊണ്ട് ഭീഷണി സ്വരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്തെഴുതി, മര്യാദക്ക് നിന്നോ ഇല്ലെങ്കിൽ വെറുതെ വിടൂല എന്ന് അറിയിക്കുന്ന തരത്തിൽ ഒരു കത്തെഴുതി. ആ കത്തൊക്കെ എഴുതി തയ്യാറാക്കി. ഇനി ഈ കത്ത് മുസൈലിമക്ക് കൊണ്ടു കൊടുക്കണം. മുസൈലിമ എന്ന് പറഞ്ഞാൽ അന്ന് മക്കം ഫതഹ് കഴിഞ്ഞു, മക്കത്തിന് മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളില്ല. നമ്മൾ ഓതിയതുപോലെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ ശത്രുവാണ് ആര്? മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി. മുസൈലിമ അത്രയും വലിയ ശത്രുവാണ്. അപ്പോൾ അയാളുടെ അടുക്കലാണ് കൊണ്ടു കൊടുക്കേണ്ടത്. മദീനത്ത് നിന്ന് നിങ്ങൾക്കറിയാം യമാമയിലേക്ക് ഏകദേശം 1000-ഓളം കിലോമീറ്റർ ഉണ്ട്. ഒറ്റയ്ക്ക് ഒരാളാണ് പോകേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സദസ്സിലേക്ക് നോക്കി, മഹാന്മാരായ സഹാബാക്കളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഇത്രയും വലിയ ദൗത്യത്തിന് വേണ്ടി ആരയക്കും? നബിതങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ഒരാളിൽ നബിതങ്ങളുടെ കണ്ണിങ്ങനെ ഉടക്കി. ആരായിരുന്നു അത്? ചെറുപ്പക്കാരനായ 20-ൻ്റെയും 25-ൻ്റെയും ഇടയിൽ മാത്രം പ്രായമുള്ള, അല്ലേ? ബദർ ഹിജ്റ 2-ാം വർഷം. അന്ന് പ്രായമാകാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹിജ്റ 9-ാമത്തെ വർഷമാകുമ്പോൾ എത്ര പ്രായമായിട്ടുണ്ടാവും? എന്തായാലും 25-ന് താഴെ മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ അത്രയും വലിയ ദൗത്യത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തു. ഞാനാണെങ്കിൽ എന്ത് പറയും? അല്ലാഹുവിൻ്റെ റബ്ബേ, ഇത്രയും ദൂരം ഒറ്റക്ക, അതും ഇത്രയും വലിയ ആളുടെ, അതും അയാളെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ലെറ്ററല്ല, പിന്നെയോ താക്കീത് കൊടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ സ്വരത്തിലുള്ള ലെറ്ററാണ് കൊണ്ട് കൊടുക്കേണ്ടത്. എന്തായാലും കുഴപ്പമാവുമെന്ന് ഉറപ്പാണ്. പക്ഷേ എന്നെ പോലെയല്ല. ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചാടിക്കേറി ആ കത്തും വാങ്ങി അദ്ദേഹം പുറപ്പെട്ടു. മുസൈലിമിന്റെ അടുക്കലേക്ക് എത്തി, കത്ത് കൊടുത്തു. ചുരുക്കി പറയട്ടെ, ബാക്കി സംഭവങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് വിശദമായി പറയാം. കത്ത് കൊടുത്തു. കത്ത് വായിച്ചുകൊണ്ട് മുസൈലിമക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു കെട്ടി ജയിലിലിടാൻ പറഞ്ഞു. നാളെ സദസ്സിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേന്ന് മുസൈലിമയുടെ സദസ്സ് വിളിപ്പിച്ചപ്പോൾ മുഴുവൻ ചങ്ങലയിൽ കെട്ടിക്കൊണ്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹാബിയെ കൊണ്ടുവന്നു. മുസൈലിമ വിചാരണ ചെയ്തു. ഈ കത്ത് ആരതാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ, നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഹബീബ് പറഞ്ഞു, അതെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി. മുസൈലിമയുടെ അടുത്ത ചോദ്യം, അതശ്ഹദു അന്നി റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അപ്പം അദ്ദേഹം ഇങ്ങനെ ഒന്ന് ആക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എന്തോ സാഹിബേ, എൻ്റെ ചെവിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ചെവി കേൾക്കുന്നില്ല, നീ എന്താ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കൂ. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് നീ സമ്മതിക്കുന്നുണ്ടോ? ഞാൻ സമ്മതിക്കുന്നുണ്ട്. വീണ്ടും ചോദിച്ചു, ഞാൻ റസൂലാണെന്ന് നീ സമ്മതിക്കുന്നുണ്ടോ? ചെവിക്കെന്തോ കുഴപ്പം, പിന്നെയും നീ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹാസ്യരൂപത്തിൽ, നമ്മളെ ഭാഷ പറഞ്ഞ ട്രോളി. ആരെയാ ട്രോളുന്നത്? ഒറ്റയ്ക്കേ ഉള്ളൂ. ആ കൊട്ടാരത്തിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഇല്ല എന്നല്ല, ആ നാട്ടിൽ ആരും ഇല്ല എന്നല്ല, ആ നാട്ടിൻ്റെ പരിസരത്ത് പോലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി പോലും ഇല്ല. പക്ഷേ എന്നിട്ടും ആ ജബ്ബാറായ ആ പരമാധികാരിയായ മുസൈലിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പേടിയില്ലാതെ മുസൈലിമയെ ട്രോളി, മുസൈലിമയെ കളിയാക്കി, മുസൈലിമയെ പരിഹസിച്ചു. ഇതയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഈ ദേഷ്യത്തിൽ ആ പാവപ്പെട്ട സഹാബിയെ കൊന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ കാണാൻ കൊന്നില്ല. അയാളുടെ ആരാച്ചാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഹബീബ് ഇബ്നു സെയ്ദിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു ഭാഗം മുറിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾ വന്നു, വാളെടുത്തു, ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും ചോദ്യം ആവർത്തിച്ചു, അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു, നഅം അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്. രണ്ടാമത്തെ ചോദ്യം, അതശ്ഹദു അന്നി റസൂലുള്ളാഹി. വേദനയുണ്ട്, അദ്ദേഹം ഒച്ച വെക്കുന്നുണ്ട്, പെടക്കുന്നുണ്ട്, വേദന കടിച്ചമർത്തുന്നുണ്ട്. പക്ഷേ ആ സമയത്തും അദ്ദേഹം അഥവാ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ അള്ളാഹിൻ്റെ റസൂലാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയോ? അള്ളാഹു എന്തെങ്കിലും പറയോ? ഇല്ല, ജീവൻ നഷ്ടപ്പെടുന്ന വിഷയമാണ്. പക്ഷേ അദ്ദേഹം പറയാൻ വേണ്ടി കൂട്ടാക്കില്ല. വീണ്ടും അടുത്തൊരു പാർട്ടും കൂടി മുറിച്ചു മാറ്റപ്പെട്ടു. അങ്ങനെ മുറിച്ച് ശരീരത്തിൻ്റെ പകുതി ഭാഗത്തോളം മുറിച്ചു മാറ്റപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. പക്ഷേ പകുതി ഭാഗം മുറിച്ചു മാറ്റിയപ്പോഴേക്കും അദ്ദേഹം മറിഞ്ഞു വീഴുകയും
അദ്ദേഹത്തിൻ്റെ റൂഹ് അള്ളാഹുവിലേക്ക് യാത്രയാകുകയും ചെയ്തു. പക്ഷേ മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഭാഗവും മുറിച്ചു മാറ്റുമ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൽ പണ്ട് കുഞ്ഞായിരിക്കെ താൻ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് തൻ്റെ നെഞ്ചിലേറ്റ് നടന്ന തൻ്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചിട്ടായിരുന്നു അവസാനത്തെ ഭാഗം മുറിച്ചു മാറ്റപ്പെട്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായത്. 25 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു 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 ചെറുപ്പക്കാരനായ സഹാബിയുടെ അനുഭവം. എങ്ങനെ ആ സഹാബിക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞു? അത് നമ്മൾ നോക്കിയാൽ ഉമ്മു ഐമാറയുടെ മകനായിരുന്നു റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമാറ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ തർബിയത്ത് ചെയ്ത ഒരു യുവാവ് അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അദ്ദേഹം വഫാത്തായി, അദ്ദേഹം ഷഹീദായി. ഇത് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? നമ്മൾ എത്രത്തോളം ചരിത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കാമെന്ന്, അതിലെന്തിനാ കേൾക്കേണ്ട ആവശ്യം? നിബിധകളുടെ ചരിത്രം നിനക്കറിയില്ലേ? എല്ലാ റബീഉൽ അവ്വലും നമ്മൾ കേൾക്കുന്നല്ലേ? ഇതെന്താ ഇത്രമാത്രം പുതുമയുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഇതുവരെ ഒന്നും അറിയില്ല. ഉമ്മുമാരെ കുറിച്ചും കേട്ടിട്ടില്ല റളിയല്ലാഹു അൻഹ. ഹബീബ് ബിൻ സയ്യിദിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടില്ല. ഈ വാർത്ത മദീനത്തെത്തി. ഉമ്മയെ വിവരം അറിയിക്കണമല്ലോ. ആൾക്കാർ പേടിച്ച് 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 ഉമ്മു ഐമാറയുടെ അടുക്കൽ പോയി. കാരണം ചെറിയ മരണമല്ല, കഷ്ണം കഷ്ണമാക്കി കൊല്ലുകയാണ് ചെയ്തത്. ഈ വാർത്ത അറിയിച്ചു. ആ സമയത്ത് തെല്ലും ബദറാതെ ശാന്തയായിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ലിമിസ്ലി ഹാദാ അഅദത്തു വഇൻദല്ലാഹി ഇഹ്തസബ്തു. ഇതുപോലൊരു മഹത്തായ കാര്യത്തിന് വേണ്ടിയാണോ ഞാൻ അവനെ വളർത്തി തയ്യാറാക്കി പോറ്റിക്കൊണ്ടുവന്നത്. വഇൻദല്ലാഹി ഇഹ്തസബ്തു. ഇപ്പോൾ അവൻ്റെ മരണത്തിൻ്റെ പ്രതിഫലം ഞാൻ എൻ്റെ റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവനൊന്ന് ഡോക്ടറായി കാണാൻ, അവൻ വലിയൊരു ഉദ്യോഗത്തിലിരിക്കുന്നത് കാണാൻ, അവനൊരു വലിയ കമ്പനിയുടെ CEO ആയി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് കാണാൻ, അതിനൊന്നും വേണ്ടിയല്ല ഞാൻ അവനെ വളർത്തിക്കൊണ്ടുവന്നത്. മറിച്ചോ ഇതുപോലൊരു മഹത്തായ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഊണും ഉറക്കവും ഒഴിച്ച് അവനെ തർബിയത്ത് ചെയ്തത്. ഇപ്പോൾ അവനിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ പ്രതിഫലത്തെ പ്രതീക്ഷിക്കുന്നെന്ന് ധീരമായി പറഞ്ഞ സഹാബിയത്താണ് ആര്? ഉമ്മു ഐമാറ റളിയല്ലാഹു. കഥ ഇവിടെ കൊണ്ടും തീരുന്നില്ല. അവർ വേറൊരു പ്രതിജ്ഞ കൂടി ചെയ്തു. എൻ്റെ മകനോട് ഇങ്ങനെ ചെയ്ത ഉമ്മു ഐമാറെ ഞാൻ വെറുതെ വിടൂല. അവൻ്റെ മരണം കണ്ടിട്ട് ഇനി എനിക്ക് സമാധാനമുള്ളൂ എന്നുകൂടി അവർ പ്രഖ്യാപിച്ചു. അവരുടെ ആ വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമാക്കി കൊടുത്തു. അവസാനം ചുരുക്കി പറയാം, കാരണം യമാമയുടെയും അതേപോലെ മുസൈലിമയുടെ സംഭവം നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അവസാനം യമാമ യുദ്ധത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസൈലിമയോടുള്ള യുദ്ധത്തിൽ മുസൈലിമയുടെ കോട്ടക്കകത്തേക്ക് മുസ്ലിമീങ്ങൾ കയറിക്കഴിഞ്ഞ് ഈ ഉമ്മു ഐമാറ അന്നും മുസ്ലിം സൈന്യത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉമ്മു ഐമാറ മുസൈലിമയെ നോക്കി നടന്നു. അങ്ങനെ മുസൈലിമെ അവസാനം കണ്ടുകിട്ടിയത് വഹ്ശി റളിയല്ലാഹു അൻഹുവിൻ്റെ കുന്തമുനക്ക് ഇരയായിക്കൊണ്ട് അവൻ മറിഞ്ഞു വീണ് അവസാന ശ്വാസം വലിക്കുന്നതാണ്. ഓടി മുസൈലിമയുടെ അടുക്കലേക്ക് വരുമ്പോൾ ഈ അവസാന ശ്വാസം വലിക്കുന്ന ഈ മുസൈലിമയെ അവസാന വെട്ടിയിട്ട് അവൻ്റെ കഥ കഴിച്ചിട്ട് വാളിൽ നിന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ തുടച്ചുകൊണ്ട് ഒരാൾ തിരിച്ച് നടന്നു വരുന്നു. കൃത്യം ഉമ്മൈമാറ നോക്കിയപ്പോൾ അവരുടെ രണ്ടാമത്തെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുസൈലിമയുടെ അവസാനത്തെ വെട്ടിയിട്ട് അവൻ്റെ കഥ കഴിച്ചിട്ട് ആ ചോരയും തുടച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. മോനെ മുസൈലിമയെ കൊന്നു. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞു. പക്ഷേ ആ യുദ്ധത്തിലും അവർക്ക് പരിക്ക് പറ്റി. അവരുടെ ഒരു കൈ അറ്റുപോയി, ഒരു കൈ മുറിക്കപ്പെട്ടു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനുശേഷം അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരുടെ അവസ്ഥകൾ ചോദിച്ച് അവരുടെ സുഖവിവരങ്ങളൊക്കെ തിരക്കുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹാബിയത്തിൻ്റെ പേര് മറക്കരുത്. എന്താ പേര്? ഉമ്മു ഐമാറ നസീബ ബിൻത് കഅബ് അൽ മാസിനിയ അൽ അൻസാരിയ റളിയല്ലാഹു അൻഹ വാർല. അവരുടെ മൂത്ത മകൻ്റെ പേര് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ്. അവരും ഉഹദ് യുദ്ധത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദും റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒക്കെ വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അവരുടെ രണ്ടാമത്തെ മകൻ്റെ പേര് ഒരിക്കലും മറക്കരുത്. എനിക്കെന്തോ കൂടുതൽ ഇഷ്ടമുള്ള സഹാബാക്കളിൽ ഒരാൾ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. കാരണം നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത ത്യാഗമല്ലേ അദ്ദേഹം ചെയ്തത്, അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ കാലം കാണുന്ന പടം മറിഞ്ഞാൽ എത്ര വേദനയാണ് നമ്മൾ സഹിക്കുന്നത്, അല്ലേ? ഒന്ന് ബൈക്കിൽ നിന്ന് വീണ് ഒരഞ്ഞ് ഒരു മുറിവായാൽ പിന്നെ അതിനെക്കൊണ്ട് എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുന്നു. ആ സമയത്താണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വെട്ടുമുറിച്ച് മാറ്റപ്പെടുമ്പോഴും ഉറച്ചു നിന്നില്ലേ? അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ റൂഹ് വിട പറഞ്ഞില്ലേ, റളിയല്ലാഹു അൻഹു വഅർളാഹു. പക്ഷേ ഉഹദിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത സ്ത്രീ ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. പക്ഷെ അവർ വാളെടുത്തിട്ടില്ല. വാളെടുത്ത സ്ത്രീ ആര് മാത്രമേ ഉള്ളൂ? ഉമ്മു ഐമാറ. പക്ഷേ ധീരതയിൽ, അതേപോലെ തന്നെ ക്ഷമയുടെ വിഷയത്തിൽ, അള്ളാഹുവിന് വേണ്ടി ത്യാഗവും അർപ്പണവും ചെയ്യുന്ന വിഷയത്തിൽ വലിയ മാതൃക കാണിച്ച സ്ത്രീയാണ് ആര്? ഹംന ബിൻത് ജഹ്ഷ്. ബിൻത് ജഹ്ഷ് എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ? സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അപ്പോൾ അവരുടെ സഹോദരിയാണ് ആര്?
ഹംന ബിൻ, അതല്ലാതെ വേറൊരു ബന്ധമുണ്ട്. ഇവരുടെയൊക്കെ ഉമ്മ ഹംന ബിൻത് ജഹ്ഷ്, അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഇവരുടെ സഹോദരിയാണ്. ഈ അബ്ദുല്ലാഹിബിൻ ജഹ്ഷ്, ഹംന ബിൻത് ജഹ്ഷ്, അതേപോലെ തന്നെ സൈനബ് ബിൻത് ജഹ്ഷ്, ഇവരുടെയൊക്കെ ഉമ്മ ആരാ? ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബ്. ആരാ? അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ഉമൈമയാണ്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നമ്മുടെ കണ്ണൂരാരുടെ ഭാഷയിൽ പറഞ്ഞ പെറ്റാച്ചയാണല്ലേ ഉമൈമ, പെറ്റാച്ചയുടെ മക്കളാണ് ഇവർ. നമ്മുടെ അങ്ങോട്ടുള്ള ഭാഷയിൽ മാമി എന്നല്ലേ പറയാം അല്ലേ. മാമിയുടെ മക്കളാണ് ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെറ്റാച്ചയുടെ മക്കളാണ് ഈ ഹംന ബിൻത് ജഹ്ഷും സൈനബ് ബിൻത് ജഹ്ഷും അബ്ദുല്ലാഹിബിൻ ജഹ്ഷും ഒക്കെ. അപ്പോൾ ഈ ഹംന ബിൻത് ജഹ്ഷും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വെള്ളം കൊണ്ട് കൊടുക്കാനും പരിക്ക് പറ്റിയവരെ ശുശ്രൂഷിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹംന റളിയല്ലാഹു അൻഹയെ കണ്ടു. നബി തങ്ങൾ അടുത്തു പോയി അവരെ ഇങ്ങനെ പതുക്കെ സമാശ്വസിപ്പിച്ചുകൊണ്ട്, കാരണം ഒരു വലിയ ദുഃഖവാർത്ത അറിയിക്കാനുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ബേജാറാവണ്ട, യാ ഹംന ഇഹ്തസിബി, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തെ ആഗ്രഹിച്ചോ, വലിയൊരു മുസീബത്ത് സംഭവിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആരാ നബിയെ എനിക്ക് നഷ്ടപ്പെട്ടത്? ഖാല അഖൂക അബ്ദുല്ലാഹിബിൻ ജഹ്ഷ്, നിങ്ങളുടെ സഹോദരൻ അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു വഹദിൽ മരണപ്പെട്ടു പോയി കേട്ടോ. കുറച്ചു മുമ്പ് അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സംഭവം നമുക്ക് പറയാനുണ്ട്, ഓർമ്മിപ്പിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഗഫറല്ലാഹു ലഹു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഹനി അല്ലഹു ഷഹാദ, അദ്ദേഹത്തിന് ഷഹാദത്തിൻ്റെ, രക്തസാക്ഷ്യത്തിൻ്റെ മംഗളാശംസകൾ. ഇത് വയസ്സായി കുറേ നാൾ ഐസിയുവിൽ കിടന്ന് പിന്നെ ക്യാൻസർ, അങ്ങനെ കഷ്ടപ്പെട്ട് മരിക്കുന്ന ആളൊന്നും അല്ല ഇത്. കാരണം വളരെ ചുറുചുറുക്കോടുകൂടി യാതൊരു കുഴപ്പവും ഇല്ലാതെ കുറച്ചു മുമ്പ് വരെ തൻ്റെ കൂടെ നിന്ന തൻ്റെ സഹോദരൻ്റെ മരണ വാർത്ത കേൾക്കുമ്പോഴാണ് അവർ ഇത്രയും കാമായിട്ട് ഇന്നാ ലില്ലാഹി പറയുന്നതും ദുആ ചെയ്യുന്നതും. അങ്ങനെ അവർ പറഞ്ഞ ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദുഃഖത്തോടു കൂടി അവരോട് പറഞ്ഞു, ഇഹ്തസിബി, കഴിഞ്ഞിട്ടില്ല, ഒരു മുസീബത്തും കൂടിയുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നീ പ്രതിഫലത്തെ ആഗ്രഹിച്ചോ, ഒരു മുസീബത്തും കൂടിയുണ്ട്. ഖാലത്ത്, അവർ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അതാരാണ്? അത് മറ്റാരുമല്ല, ഖാലുക ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണല്ലോ ഇവർ. നിന്റെ കാരണവർ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് അവരും മരണപ്പെട്ടു പോയിരിക്കുന്നു. പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഗഫറല്ലാഹു ലഹു ഹനി അല്ലഹു ഷഹാദ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിനും ഷഹാദത്തിൻ്റെ മംഗളാശംസകൾ എന്ന് പറഞ്ഞു. ഈ സംഭവം കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദുഃഖത്തോടുകൂടി ഹംന ബിൻത് ജഹ്ഷിനോട് പറഞ്ഞു, ഇഹ്തസിബി, ഹംന, ഈ ഒറ്റ ദിവസത്തിൽ നിനക്ക് ഭവിച്ച മുസീബത്തുകളുടെ കൂട്ടത്തിൽ ആ മുസീബത്തിൻ്റെ എണ്ണം ഇവിടെയും അവസാനിക്കുന്നില്ല. ഇഹ്തസിബി, നീ ബേജാറാവണ്ട, ടെൻഷൻ അടിക്കണ്ട, അള്ളാഹുവിൻ്റെ അടുക്കൽ നീ പ്രതിഫലത്തെ ആഗ്രഹിച്ചോ. ഖാലത്ത്, അവർ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ഇത്തവണ ആരാണ് നബിയെ എനിക്ക് നഷ്ടപ്പെട്ടത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗജുക മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ബിൻ ഉമൈർ എന്ന് നമ്മൾ ചെറുപ്പകാലം മുതലേ കേട്ട മഹാനായ ഉഹദ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ആ സഹാബിയുടെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. നിന്റെ ഭർത്താവ് നിന്നെ വിട്ടു പോയി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അത്രയും നേരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഗഫറല്ലാഹു ലഹു ഹനി അല്ലഹു ഷഹാദ എന്ന് പറഞ്ഞ ആ സ്ത്രീ വാ ഹുസ്നാ എന്ന് പറഞ്ഞു പൊട്ടിപ്പോയി, പൊട്ടിക്കരഞ്ഞു, അലമുറയിട്ടു, ഓപ്പാരി വെച്ച് കരഞ്ഞു. വസാഹത് വവൽവലത്, ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന സൗജൽ മർഅതി മിൻഹാ ലബിമകാൻ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവൾക്ക് അത്രയും സ്ഥാനമുള്ളതാണ്. സഹോദരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ കുലുങ്ങിയില്ല, കാരണവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പം അവർ കുലുങ്ങിയില്ല. പക്ഷേ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അവർ ഒച്ച വെച്ച് കരഞ്ഞുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇപ്രകാരം ഒച്ച വെച്ചത് എന്ന് ചോദിച്ചപ്പം ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ദക്കർതു യുത്മ ബനീഹി, എൻ്റെ മക്കൾ അനാഥരായി പോകുമെന്ന് എനിക്ക് പേടിയായി. ഫറാഅനി, അതെന്നെ വല്ലാതെ ബേജാറാക്കി, എനിക്ക് പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഞാൻ കരഞ്ഞു പോയതാന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ അവർക്കൊരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിക്കും വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ദുആ കബൂലായി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരെ വിവാഹം ചെയ്തു. ആരെ വിവാഹം ചെയ്തത്? അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. മുസ്അബ് ഇബ്നു ഉമൈർ പോയെങ്കിലും അതിനേക്കാൾ ഖൈറായ, അല്ലെങ്കിൽ അതുപോലെ ഖൈറായ മറ്റൊരാൾ അവരെ വിവാഹം ചെയ്തു. ആ വിവാഹത്തിലൂടെ മുഹമ്മദ്, ഇമ്രാൻ എന്ന 2 ആൺകുട്ടികൾ ജനിച്ചു. ഈ മുഹമ്മദ് തൻ്റെ ജ്യേഷ്ഠത്തിയായ മുസ്അബ് ഇബ്നു ഉമൈറിൻ്റെ മകളായ, തൻ്റെ ഉമ്മയുടെ മകളായ, തൻ്റെ ജ്യേഷ്ഠത്തിയായ ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്ന, ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു മകനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. റസൂൽ ദുആ ചെയ്തല്ലോ, പേടിക്കണ്ട, നിൻ്റെ ഭർത്താവ് പോയെങ്കിലും നിൻ്റെ റബ്ബ് പോയിട്ടില്ല, നിൻ്റെ റബ്ബുണ്ട്.
ഈ മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ വിരഹ ദുഃഖം താങ്ങേണ്ടി വന്ന സ്ത്രീകളുടെ വേദന അതവർക്ക് മാത്രമേ പറഞ്ഞാൽ തിരിയൂ. നമുക്കത് ചിലപ്പോൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാവില്ലെങ്കിലും അത് വല്ലാത്ത ഭീകരമായ ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളൂ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല. മുസ്അബിന് പകരം ഹംനക്ക് തൽഹയെ കൊടുത്തോളൂ റളിയല്ലാഹു അൻഹും ജമീഅൻ, നിങ്ങൾക്കും അള്ളാഹു നല്ലൊരു പകരത്തെ തരും. പിന്നെ ഈ പെൺകുട്ടിക്ക് അബ്ദുള്ളയെ പോലെ അല്ലെങ്കിൽ മുഹമ്മദിനെ പോലെ ഒരു നല്ല സഹോദരനെ അള്ളാഹു നൽകിയതുപോലെ നിങ്ങളുടെ അനാഥരായ കുട്ടികൾക്കും നല്ല സഹോദരങ്ങൾ അള്ളാഹു നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വേദന അനുഭവിക്കുന്ന മുഴുവൻ പേർക്കും ആശ്വാസം നൽകട്ടെ, സമാധാനം നൽകട്ടെ, നല്ല ബദൽ നൽകട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.